ആഹാ! എത്ര മനോഹര ഡിജിറ്റൽ ഇന്ത്യ. ഒരു ദൃശ്യം കാണൂ. 6 മണിക്കൂർ ട്രെയിനിന്റെ ടോയ്ലറ്റിൽ ഒരു വൃദ്ധൻ കുടുങ്ങിപ്പോയി. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു രക്ഷാപ്രവർത്തനം. सर ये वाला है 3-4 घंटे से बंद है, याद आई। इसको सामान ले जाना। अरे यार, ये उधर से गेट क्यों नहीं खोल रहे हो तुम? आपका पैसेंजर है क्या? मेरा पैसेंजर नहीं है एक्चुअली, इसके अंदर से कोई बंद है बहुत घंटे से। ये 6 घंटे से बंद है। थोड़ा रोक के रखना, मैं बोलूँ जब है ना। ये कोई दरवाजा तोड़ रहे हैं, अंदर पैसेंजर बंद है ना। बाबू रोड से नहीं आया भाई। हाँ हाँ भाई साहब, ये इसीलिए मत बताओ ना तुमको। आप देखो, आपके आगे नहीं निकले। उसके चेहरे में लगे यार, ज्यादा धोखा कहाँ आरपीएफ वाला कहाँ गया? अनऑथराइज पैसेंजर घुसा हुआ है। खोल दे यार, खोल। अरे गेट खोल दे भाई। 6 घंटे से अंदर बैठा हुआ है, 6 घंटे से। एक मिनट उधर निकलेगा अंदर, उसको खोल रहा है क्या? खोल भाई, खोल गेट खोल। हाँ हाँ यार, 2 मिनट। अरे वो गेट खोल रहे, गेट खोलो। ये कौन है अंदर? अरे यार, अरे खोल दिया। ठीक है, खोल दिया यार, खोल दिया। ठीक है ठीक है ठीक है। क्या रहा है इसमें, क्यों घुसा हुआ? तो चलो अरे यार, एक मिनट तो निकलने दो यार। बाहर निकल के फोटो तो ले लेना, आप ले लेना। क्या करोगे? इसमें क्यों घुसा? हमारा काम हो गया है ना इसमें। हाँ निकाल दिया यार। मतलब बांस की कम मार रहा है। हाँ फ्री रखा होगा। मेरा आधार कार्ड है। अरे अब इसका कहाँ आधार कार्ड होगा? बढ़िया, धन्यवाद यार भाई, तू निकल गया, वही बड़ी बात है। सो गया होगा अंदर, 6 घंटे से अंदर था भाई, अबू रोड से। सो गया अंदर, मर गया, क्या होगा पता ही नहीं। इसीलिए तो बुलाया ना। भरोसा नहीं। हाँ मैं दरवाजा तोड़ने जा रहा था, इसका मुंह पे लग जाएगा, इसलिए कुछ किया नहीं। हमने 3-4 घंटे से ठोक रहे, वो आवाज ही नहीं दे रहे, कुछ भी नहीं बोल रहे। വാചക കസർത്തുകൾക്കപ്പുറമുള്ള ഡിജിറ്റൽ ഇന്ത്യയുടെ അവസ്ഥ ഇതൊക്കെയാണ്. പക്ഷേ സംഘികൾ ഫോട്ടോഷൂട്ട് മികവിലൂടെ പലതും നിങ്ങളുടെ മുന്നിൽ വലിയ പൊലിമ പോലെ അവതരിപ്പിക്കുന്നുണ്ട്. 6 മണിക്കൂറാണ് രാജ്യത്തോടിയ ഒരു ട്രെയിനിനകത്ത് ഒരു വൃദ്ധൻ കുടുങ്ങിയത്. പിന്നെ സംഘപരിവാർ വിശ്വഗുരു സർക്കാർ ആയതുകൊണ്ട് വാർത്താ പ്രളയമില്ല. അല്ലെങ്കിൽ ആ 6 മണിക്കൂർ ജീവൻ കേരളത്തിൽ എവിടെയെങ്കിലുമാണ് സംഭവിച്ചെങ്കിൽ എന്തോരം ചർച്ച നമുക്ക് കാണാമായിരുന്നു. ഒരു ജീവന്റെ വില, മഹത്വം, കൊടിയ അനാസ്ഥയുടെ ഉദാഹരണങ്ങൾ നിരത്തി എന്തോരം ചർച്ചകൾ അരങ്ങേറിയത്. ഇതിപ്പോ കണ്ടിട്ടും കണ്ടില്ല. ഇങ്ങനെയൊക്കെയാണ് കൊള്ളരുതായ്മകളെ പൊതിഞ്ഞു പിടിക്കുകയും എന്നാൽ മികവോടുകൂടി നടക്കുന്നതിനെ വല്ലാതെ വിമർശിക്കുകയും ചെയ്യുന്നത്. കേരളത്തിലെ ഒരു ചെറിയ സംഭവമൊക്കെ എടുത്ത് ഉയർത്തിക്കാട്ടി എന്തോ ഒരു ആഘോഷമാണ്. എന്തെല്ലാം തരത്തിലുള്ള പ്രചരണ ശൈലികളാണ്. വാർത്താ റിപ്പോർട്ടിംഗ് എന്ന പേരിൽ അവിടെ ചെന്ന് പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ വരെ കാട്ടുന്ന കാലം. പക്ഷേ ഇതൊന്നും കണ്ണി കയറില്ല. മുതലാളിയെ സംബന്ധിക്കുന്നിടത്തോളം കച്ചവട സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവും കേരളത്തിൽ മാത്രം മതി. ഡിജിറ്റൽ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ചിലയിടങ്ങളിൽ നടക്കും. അതൊന്നും നമ്മൾ കണ്ടതായിട്ട് നടിക്കില്ല. കണ്ടില്ലേ, ഒരു ഡോറ് തുറക്കാൻ വേണ്ടി സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മറ്റൊരു പോംവഴിയില്ല. കേരളത്തിലെ ട്രെയിനുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ടോയ്ലറ്റിൽ കയറി കതവ് കുറ്റിയിട്ടാൽ ജീവിതം വേസ്റ്റ് ആണെന്ന് വിചാരിച്ചോളണം. അതാണ് ആ വയോധികന്റെ അവസ്ഥയായി ഉണ്ടായത്. എങ്ങനെ രക്ഷിച്ചെന്നോ അതിനകത്ത് അയാളുടെ അവസ്ഥ എന്താണോ അതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ 6 മണിക്കൂർ കുടുങ്ങിക്കിടന്ന് ഇത് കണ്ട് വിളിച്ച് അവിടെ നിന്ന യാത്രക്കാർ പോലും തളർന്നു. അവസാനം 6 മണിക്കൂറിന് ശേഷം രക്ഷാപ്രവർത്തനവുമായി വന്ന ഡിജിറ്റൽ സംവിധാനമാണ്. ഇതൊക്കെയാണ് പൊള്ളത്തരങ്ങൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യമെന്ന് നാട് തിരിച്ചറിയും. വേഷഭൂഷാദികളും ഫോട്ടോഷൂട്ടുകൾക്കും അപ്പുറം നമ്മുടെ നാട്ടിലെ ചിലരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഇതൊക്കെയാണ്. എന്നിരുന്നാലും മാധ്യമങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കേരളത്തിൽ സംഘപരിവാറുകാർ സമസ്ത മേഖലയും കീഴടക്കിക്കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പോലും ലഘൂകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതി നോക്കൂ.